ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. God who knows the hearts. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. Dear kids, children, young adults, dear ladies and gentlemen, കർത്താവ് നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷങ്ങളിലും പരിശോധിക്കുന്നുണ്ട്. കർത്താവിന് ഇഷ്ടമുള്ള വിധം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കി വെച്ചാൽ അതിന് വിലയുണ്ട്. അതിന് ദൈവം വലിയ അംഗീകാരം ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും കർത്താവ് നൽകും. നമ്മുടെ ഹൃദയത്തെ നാം വേണ്ട വിധത്തിൽ ഒരുക്കി വെക്കുന്നില്ലെങ്കിൽ നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ തിരസ്കൃതരാകും. ഈ ലോകത്തിലും നമ്മൾ തിരസ്കൃതരാകും, വരാനിരിക്കുന്ന ലോകത്തിൽ നമ്മൾ തിരസ്കൃതരാകും. മൈ ഡിയർ ബിലവഡ് ചിൽഡ്രൻ, oh my dear young adults, oh kids, we have to realize that for every sincerity, for all our true effort, it will be rewarded. There is reward. If we are fraud, if we are not true, we will be rejected here on earth, also before God in heaven. അതിനൊരു ഉദാഹരണം സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലുണ്ട്. സാമുവേൽ പ്രവാചകനെ ദൈവം ജസേ എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ്റെ വീട്ടിലേക്ക് അയച്ചു. ജസയ്ക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ ചെന്നിട്ട് ജസയുടെ മക്കളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ജസയ്ക്ക് ഏറ്റവും മതിപ്പുള്ള, ജസ ഏറ്റവും അഭിമാനം കൊണ്ടിരുന്ന ജസയുടെ മകനെ ജസ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവനെ കണ്ട മാത്രയിൽ കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, ഇവനെ ഞാൻ തിരസ്കരിച്ചവനാണ്, ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു, ഇവനെ ഞാൻ തിരസ്കരിച്ചവനല്ലേ. അത് നമ്മൾ കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങളിലാണ്. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് പ്രവാചകനായ സാമുവേലിനോട് നേരിട്ട് പറയുകയാണ്, ഇവനെ ഞാൻ തിരസ്കരിച്ചതാ. His heart is not true. He is not straightforward. I know his heart. അവൻ്റെ ഹൃദയം എനിക്കറിയാം. നിങ്ങളെല്ലാവരും ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, പക്ഷേ I am always watching. I am always very particular to know the hearts of men. അവൻ്റെ ഹൃദയം എനിക്കറിയാം. ഞാൻ അവനെ തിരസ്കരിച്ചു. എനിക്ക് അവൻ്റെ മേൽ അംഗീകാരമില്ല, എനിക്ക് അവൻ്റെ മേൽ സംപ്രീതി ഇല്ല എന്ന് ആ മനുഷ്യനെ കുറിച്ച് ദൈവം അങ്ങോട്ട് വെളിപ്പെടുത്തി. എന്നാൽ ഇത് ഏലിയാബ് അറിയുന്നുണ്ടോ? അവനത് അറിയുന്നില്ല. അവൻ വിചാരിക്കുന്നത് ഞാൻ എല്ലാത്തിലും മിടുക്കൻ, അപ്പൻ്റെ മുമ്പിലും എടുക്കാൻ, നാട്ടുകാരുടെ മുമ്പിലും എടുക്കാൻ, എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചവൻ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ അവനെക്കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? ഇവൻ്റെ ഹൃദയം എനിക്കറിയാം, ഇവനെ ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വചനം കേൾക്കുമ്പോൾ ദൈവം ജീവിതങ്ങളെ സ്പർശിക്കും, ഇടപെടും. ഒരാളുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലിബിൻ. ഞാൻ അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് 10 വർഷമായിട്ട് ഞാൻ ജോലിക്ക് ശ്രമിക്കുമായിരുന്നു. എനിക്ക് ജോലി കിട്ടാൻ പ്രയാസമായിരുന്നു. 10 വർഷം ജോലിക്ക് ശ്രമിക്കുക, കിട്ടിയാൽ അത് അധികം നാൾ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. വിദേശത്തേക്ക് കുറേ ഞാൻ ട്രൈ ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളൊക്കെ മൈഗ്രേഷൻ പേപ്പർ അയച്ചു. പക്ഷേ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും എവിടേക്ക് പേപ്പർ അയച്ചാലും ഒക്കെ റിജക്റ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരിക. ഞാൻ ഈ ഒരു സമയത്ത് ന്യൂസിലൻഡിന് വിസയ്ക്ക് അപേക്ഷ കൊടുത്തിരുന്നു. 22 ദിവസം കൊണ്ട് അത് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എനിക്കത് 60 ദിവസമായിട്ടും കിട്ടിയിരുന്നില്ല. യാതൊരു അനക്കമില്ല. ഈ അപേക്ഷ കൊടുത്തെന്നല്ലാതെ അത് എന്തെങ്കിലും റിപ്ലൈയോ കിട്ടിയെന്നോ ഇല്ലെന്നോ എന്തെങ്കിലും അറിയണ്ടേ. ആ മലേഷ്യ വിമാനം പോയ മാതിരിയാ, യാതൊരു അനക്കമില്ല തിരിച്ചിങ്ങോട്ട്. എന്നിട്ട് അത് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിരമ്പുഴ അഭിഷേകാഗ്നി കൺവെൻഷനിൽ 5 ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു 3 പേരുടെ വിസ തടസ്സം എടുത്തു മാറ്റുന്നുവെന്ന്. അതിലൊന്ന് ഞാനാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ അതിൽ ഒരെണ്ണം ഞാനായിരിക്കും കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റെടുത്തു. ഞായറാഴ്ച കൺവെൻഷൻ കഴിഞ്ഞു. തിങ്കളാഴ്ച 2 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു. എൻ്റെ വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു, വിസ അടിച്ചിരിക്കുന്നു, വിസ ഗ്രാൻഡ് ആയിരിക്കുന്നു, ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞ് ഞായറാഴ്ച കൺവെൻഷൻ രാത്രിക്ക് തീർന്നു. രാത്രി 10 മണിയായപ്പോൾ ഞായറാഴ്ച രാത്രി 10 മണിക്ക് കൺവെൻഷൻ തീർന്നു. തിങ്കളാഴ്ച 2 മണിയായപ്പോഴേക്കും വിസ അടിച്ച് അപ്രൂവലായി. അതിന്റെ ഇൻഫർമേഷൻ വന്നു. വെള്ളിയാഴ്ച എൻ്റെ കയ്യിൽ വിസ ലഭിച്ചു. വെള്ളിയാഴ്ച കർത്താവേ, ഒരാഴ്ച പോലും തികയേണ്ടി വന്നില്ല. 10 വർഷമായ കണ്ണുനീരാണ് കർത്താവ് അങ്ങ് എടുത്തു മാറ്റി അങ്ങോട്ട് കളഞ്ഞത്. കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം. Hallelujah. Hallelujah. My dear children, it is very pleasing to our beloved Lord. So now let us stand up, let us praise our God. നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നതിൽ നാം നിരുത്സാഹന്മാരാകരുത്. നല്ല ഉത്സാഹത്തോടെ സന്തോഷിച്ച് തുള്ളിച്ചാടി പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്തുതിക്കാം, ഒന്ന് ചേർന്ന് സ്തുതിക്കാം, യേശുവെ ആരാധിക്കാം. വാഴ്ത്താം വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തി പാടാം. സ്തുതിക്കാം സ്തുതിക്കാം, ഒന്ന് ചേർന്ന് സ്തുതിക്കാം, യേശുവെ ആരാധിക്കാം. സന്തോഷത്തോടെ വാഴ്ത്താം വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തി പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ, വലിയ ആഹ്ലാദത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ. കർത്താവ് കരം തുറക്കും, എല്ലാരും തൃപ്തരാകും. സേവിച്ചിടുമ്പോ ആത്മീയ ശക്തി ഉണരും. സ്വാതന്ത്ര്യത്തോടെ കർത്താവ് കരം തുറക്കും, എല്ലാരും തൃപ്തരാകും. അൻപതരം സേവിച്ചിടുമ്പോ ആത്മീയ ശക്തി ഉണരും. സർവവിധ തിന്മകളും തകർന്നിടും അവൻ ശക്തിയാ. സർവവിധ തിന്മകളും തകർന്നിടും അവൻ ശക്തിയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം ഈ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ.
ഈ സമൂഹത്തിലേക്ക് നിറയണമേ. രോഗികൾ അരികിലേക്ക് വരണമേ. തകർന്ന മക്കളെ സന്ദർശിക്കണമേ. ഇടപെടണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ബന്ധനങ്ങൾ നീങ്ങിപ്പോകും. യേശുവേ കീഴിൽ നിന്നിടുമ്പോ ഉയർത്തിയിടും അവൻ നാമത്തിൽ. കർത്താവെഴുന്നള്ളുമ്പോ ബന്ധനങ്ങൾ നീങ്ങിപ്പോകും. തൻ കീഴിൽ നിന്നിടുമ്പോ ഉയർത്തിയിടും അവൻ നാമത്തിൽ. ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും തകർന്നിടും അവൻ ശക്തിയാ. ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും തകർന്നിടും അവൻ ശക്തിയാ. കൈകൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, കൃപകൾ നിറയട്ടെ. അഭിഷേകത്താൽ ഹൃദയങ്ങൾ ഉണരട്ടെ. മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ശക്തിയാൽ ജ്വലിക്കട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ, ലോകത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളുടെയും മർമ്മങ്ങൾ മനസ്സിലാക്കാൻ അങ്ങയുടെ അരൂപിയാൽ എൻ്റെ ഹൃദയത്തെ അവിടെ നിന്ന് ഉണർത്തണമേ കർത്താവേ. മന്ദത, മരവിപ്പ്, ഓരോ കാര്യങ്ങളുള്ള ദുർചിന്തകൾ, ലോകത്തിൻ്റെ അരൂപിയുടെ പീഡകൾ, സർവ്വപിത പീഡകളും മാറ്റി കർത്താവേ ഹൃദയങ്ങളെ തുറക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുലിഖിതം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. The Lord opened their hearts. സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. Help us to understand the meaning of your word, O Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Please be seated. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ദൈവത്തിന് എൻ്റെ മേൽ സംപ്രീതി ഉണ്ടോ, ദൈവം എന്നെ തിരസ്കരിച്ചോ ഇല്ലയോ എന്നുള്ളത്. ജസ്സെ എന്ന കുടുംബത്തിൽ ജസ്സയുടെ മറ്റൊരു മകനുണ്ടായിരുന്നു. ആ മകനാണ് ദാവീദ്. ദാവീദിനെ കണ്ട മാത്രയിൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എനിക്കിവൻ ഇഷ്ടമാണ്, ഇവൻ്റെ പ്രവൃത്തികൾ, ഇവൻ്റെ വാക്കുകൾ എനിക്കിവൻ ഇഷ്ടമാണ്, എനിക്കിവനിൽ സംപ്രീതിയുണ്ട്, ഇവനെ അഭിഷേകം ചെയ്യുക. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 16-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. ജസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിൽ നിന്ന് തൈലമെടുത്ത് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ
ശക്തമായി ആവസിച്ചു. നമുക്ക് ഒരേ കുടുംബത്തിൽ ഒരേ രക്തം, ഒരേ മാംസം, ഈ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ ദൈവത്തോട് കാണിച്ച വിശ്വസ്തതയ്ക്കും അവിശ്വസ്തതയ്ക്കും അവരുടെ ദൈവം അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നാം ഈ പുസ്തകത്തിൽ വായിച്ചു കേട്ടത്. മൂത്ത മകൻ, അല്ലെങ്കിൽ ആ കുട്ടി, ആദ്യത്തെ കൊണ്ടുവന്ന മകൻ, ആ മകനെ കുറിച്ച് ദൈവം പറയുകയാണ്, ഭാഗ്യരൂപം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ഞാൻ ഓരോരുത്തരുടെയും ഹൃദയമാണ് ശ്രദ്ധിക്കുന്നത്. ഇവൻ്റെ ഹൃദയം എന്നെ പ്രീതിപ്പെടുത്തുന്നൊരു ഹൃദയമല്ല, ഞാൻ ഇവനെ തിരസ്കരിച്ചിരിക്കുക, ഇവൻ എന്നെ പ്രസാദിപ്പിക്കാൻ ഉത്സാഹിക്കുന്നില്ല, എനിക്കിവൻ്റെ ഹൃദയം അറിയാം. അതേ കുടുംബത്തിലെ മറ്റൊരു മകനെ കുറിച്ച് പറയാണ്, എനിക്ക് ഇവൻ്റെ ഹൃദയം അറിയാം, ഇവൻ നല്ലവനാ, അവനെ അഭിഷേകം ചെയ്തു കൊള്ളുക. പിന്നെ ഈ ദാവീദിനെ ഉയർത്താൻ ദൈവത്തിന് വഴിയുണ്ട്. ഇവന് ഡിഗ്രിയോ പഠിപ്പോ കൊട്ടാരമോ മികവോ സർട്ടിഫിക്കറ്റോ ഉണ്ടോ ഇല്ലയോ, ഇതിവിടെ വിഷയമല്ല. ഉടനെ ദാവീദിനെ ഉയർത്താനുള്ള അടുത്ത നടപടികൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാവൂളിൻ്റെ കൊട്ടാരത്തിൽ വിഷയം ഉണ്ടാകുന്നു, സാവൂളിന് ചില പീഡകൾ ഉണ്ടാകുന്നു. ഉടനെ സാവൂളിൻ്റെ ഭൃത്യന്മാർ തന്നെ സാവൂളിനോട് സംസാരിക്കുകയാണ്. അതാണ് 16-ാമത്തെ വാക്യം. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു, ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണമേ. ദുരാത്മാവ് അങ്ങയെ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബെത്ലഹേംകാരനായ ജെസയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വേറൊരുവൻ പറഞ്ഞു. അവൻ കിന്നര വായന നിപുണനും പരാക്രമയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. സാവൂൾ ജെസയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്ന് പറഞ്ഞു. മക്കളെ, ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്താ? ഇങ്ങനത്തെ ഒരു തസ്തിക അവിടെ ഉണ്ടായിരുന്നോ? അങ്ങനത്തെ ഒരു ജോബ് വേക്കൻസി, അങ്ങനത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അന്ന് വരെ അവിടെ ഉണ്ടായിരുന്നോ? ദാവീദിനെ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് അവനെ ഉയർത്താൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. മക്കളെ, സൗളിനോട് സംസാരിക്കുകയാണ്, ഒരു കിന്നര വായനയുള്ള ഒരാളെ തേടി പിടിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുക. ഭൃത്യന്മാർ ചുമ്മാ പറയുക. ഉടനെ ദാവീദിനോട് പറയാണ്, ഒരാളെ ഞങ്ങൾക്ക് അറിയാമെന്ന് വേറൊരു ഭൃത്യം ഉടനെ സംസാരിക്കുക. ഇതൊക്കെ ദാവീദ് പറഞ്ഞിട്ടാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമാണ് നമുക്ക് വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് സാവൂൾ ഭൃത്യന്മാരെ അയക്കുന്നു, ഇതാ കിന്നര വായനയിൽ നിപുണനായ ദാവീദിനെ കൊണ്ടുവരികയാണ്. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. ദാവീദ് സാവൂൾ രാജാവിന്റെ ആയുധവാഹകനായി മാറുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു. ദാവീദ് ആ രാജ്യത്തിന്റെ രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടും, ഉയർത്തപ്പെടുകയാണ്. ദൈവമാണ് മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചത്. ദാവീദ് രാജാവായി. നോക്ക്, എന്തെങ്കിലും ഒരു മുൻകൂട്ടി ഒരുങ്ങിയിട്ടോ പ്രാക്ടീസ് എടുത്തിട്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? ദൈവത്തിന് പ്രിയങ്കരനാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ഹൃദയം ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആഹ്ലാദിച്ച് അതിൽ മുഴുകി മുന്നോട്ട് പോകണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാം. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം മോശ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രിയദാസൻ്റെ അടുത്ത് വരുന്ന ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഈ രാജ്യത്ത് ഈ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, നീ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. മോശ പ്രവാചകനോട് ദൈവം നേരിട്ട് പറയുക. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈവെക്കുക. പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തി അവർ കാണെ നീ അവനെ അഭിഷേകം ചെയ്യുക. നൂനിൻ്റെ മകനും എൻ്റെ ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ നീ അഭിഷേകം ചെയ്യും. ജോഷുവയെ മോശയ്ക്ക് ദൈവം പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്ന് വരെ എൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ,
എൻ്റെ ആത്മാവിന് ഇഷ്ടത്തോടെ താമസിക്കാൻ അവൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ആത്മാവിൻ്റെ ഒരു ടെമ്പിളായി, എൻ്റെ ആത്മാവിൻ്റെ ആലയമായി ശരീരത്തെ സൂക്ഷിച്ച് എൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന എൻ്റെ ദാസൻ ജോഷുവ. നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവം എന്ത് പറയും? നമ്മളെക്കുറിച്ച് ദൈവം എന്ത് പറയും? നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പറയോ, എൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട, പറയോ? ലോകത്തിൽ കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് എന്താ മക്കളെ കാര്യം? അവനെ ഞാൻ തിരസ്കരിച്ചതാ എന്ന് നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ പിന്നെ ബാക്കി എന്തുണ്ടായത്? എന്താ കാര്യം? ദൈവത്തിൻ്റെ പ്രിയങ്കരനാകാൻ എന്താണ് നാം ചെയ്യേണ്ടത്? എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു വചനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിൻ്റെ അവസാന സെൻറ്റൻസും 29-ാമത്തെ വാക്യവും, എന്നെ അയച്ചവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എൻ്റെ പിതാവ് എന്നോടുകൂടെ എപ്പോഴുമുണ്ട്, കാരണം ഞാൻ അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോഷുവയെയും അതുപോലെ ദാവീദിനെയൊക്കെ ദൈവത്തിന് പ്രിയങ്കരനാക്കിയത് അവരെന്തെങ്കിലും ചപ്പിടിവിധികൾ കാണിച്ച് എന്തെങ്കിലും കാണിച്ച് എന്നാണെന്ന് വിചാരിക്കരുത്. അവരുടെ ഹൃദയത്തെ പരിശോധിക്കുന്നവനായ കർത്താവാണ് പറഞ്ഞത്. മനുഷ്യർ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ഞാനാകട്ടെ ഹൃദയഭാവത്തിലും ഞാൻ ഈ മകനെ അംഗീകരിച്ചിട്ടില്ല. ഞാൻ അംഗീകരിച്ചിരിക്കുന്നത് ദാവീദിനെയാ, ഞാൻ അംഗീകരിച്ചത് ജോഷുവയെയാ. ഇങ്ങനത്തെ ഒരു ദൈവം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും കോമാളിത്തം കാണിച്ചാൽ, എന്തെങ്കിലും രണ്ട് ചെപ്പടി ബുദ്ധി കാണിച്ചാൽ ആളുകളെ ചിരിപ്പിച്ച് കയ്യടി വാങ്ങിക്കാൻ പറ്റും. ഈ ലോകത്തിൽ അതൊക്കെ നടക്കും. എന്നാൽ ജീവിക്കുന്നവനായ ദൈവത്തിന് മുമ്പിൽ അതല്ല കാര്യം. ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന്, അവന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നതിന് മക്കളെ ഒരു ഉത്സാഹം വേണം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ നിമിഷം നമുക്ക് ചങ്ക് നുറുങ്ങി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ കുറ്റമറ്റ ദൈവ മക്കളാകാൻ ദൈവവചനം നമ്മെ ക്ഷണിക്കുകയാണ്. അതിന് നമ്മുടെ പൂർവികർ അവർ ഹൃദയം നുറുങ്ങി രക്ഷയുടെ നാമത്തെ, രക്ഷയുടെ നാഥനെ യേശുവിനെ ഉറക്കെ വിളിച്ചു. അഗസ്റ്റിനോസ് പുണ്യവാളനെ ഓർക്കണം. ഒരുപാട് പാപത്തിൽ ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ ഒരു നാൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഒരു സ്പർശനം ലഭിച്ചു. ഒന്ന് തിരിയണമെന്ന് ആഗ്രഹമുണ്ടായി. ആത്മാർത്ഥമായി യേശുവിൻ്റെ നാമത്തെ അവൻ വിളിച്ചു. ഈ ലോകത്തിലേക്ക് വലിയൊരു വിശുദ്ധനായി. യേശുവിനെ കുറിച്ച് പറഞ്ഞ യോഗ്യതയാൽ അഗസ്റ്റിനോസ് രൂപാന്തരപ്പെട്ട് വിശുദ്ധ അഗസ്റ്റിനായി മാറി. മക്കളെ, രണ്ട് കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈശോയേ, ഈശോയേ, കൃപ തോക്കണമേ, കൃപ വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, ഈശോയേ, യേശുവേ, 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 ഈശോയെ, ഈശോയെ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങളെ തൊടണമേ. പാപത്തിന്റെ മട്ട് വരെ കുടിച്ച ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിച്ച് മഹാവിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.